സസ്പെൻഷനിലാവുന്ന ഒരു പോലീസുകാരൻ, അതും ഷീട്ട് കളിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷനിലാവുന്ന ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ സർവീസിലേക്ക് തിരിച്ചു കയറുന്നതും അതിനുശേഷം ഒരു 40 വർഷം പഴക്കമുള്ള ഫേസ്ലെസ് ആയിട്ടുള്ള ഒരു വിക്ടിമിൻ്റെ ആ ഒരു കൊലപാതക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സിനിമയാണ് രേഖ ചിത്രം എന്ന് പറയുന്ന സിനിമ. ഇത് അവരുടെ IMDb കൊടുത്തിരിക്കുന്ന ആ ഒരു ഡെഫിനേഷൻ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രേഖ ചിത്രം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. എൻ്റെ പേര് അരുൺ. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ എന്തായാലും ആസിഫ് അലി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ഹോളിഡേ ഒക്കെ കണ്ട സമയത്ത് ആസിഫ് അലിൻ്റെ ഒരു ആരാധകൻ, കട്ട ആരാധകൻ എന്നൊന്നും പറയുന്നില്ല, പടങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടി വന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ പിന്നെ എന്തൊക്കെയോ ഒരു പൊട്ടപ്പടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആസിഫ് അലിയുടെ ആ ഒരു ഗ്രാഫ് ഡൗൺ ആയതിനു ശേഷം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു എക്സ്ട്രീം പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഷ്കിന്ധ്യ കാണ്ഡം, എന്താ പടത്തിന് വരുന്നത്, എന്താ മറ്റേ ബിജു മേനോനും ആസിഫ് അലി ഉള്ളത്, തലവൻ. യെസ്, തലവൻ. അങ്ങനെ ഒരുപാട് കിടിലൻ പടങ്ങൾ പോലീസ് വേഷത്തിൽ ആസിഫ് അലി പൊളിച്ചു എന്ന് തന്നെ ഈ സിനിമയിലും എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമയിലെ ആൾക്കാരൊക്കെ ഞാൻ എടുത്തു പറയാം. അതായത് ഇതിൻ്റെ ക്രൂവും കാര്യങ്ങളെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ലാഗ് അങ്ങനത്തെ സിസ്റ്റമാറ്റിക്കുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഈ പടം പോകുന്ന ഒരു 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 നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ഋതം ഇപ്പം നമ്മൾ ചില ത്രില്ലർ സിനിമകളും ട്വിസ്റ്റുകളും ടേണുകളും കാര്യങ്ങളൊക്കെയാണല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മർഡറിനോടുള്ള ആ ഒരു സംഭവങ്ങളില്ലേ, അതായത് ആ ഒരു കേസ് കറക്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ സ്റ്റാർട്ടിങ്ങിന് കറക്റ്റ് ഒരു എൻഡിങ് കൊടുക്കുന്നു, അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ റൈറ്റേഴ്സ് ആയിരിക്കുന്നത് സംവിധായകനായ ജോഫിൻ ടി ചാക്കോ, ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ എന്ന് പറയുന്നവരാണ്. അതുപോലെ തന്നെ ഇതിലെ കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് ഗേജൻ. അത് മനോജ് ഗേജൻ്റെ ഒക്കെ ഈ അടുത്ത് വന്നതിൽ അത്യാവശ്യം നല്ല കുറേ ഇതുള്ള ഒരു ക്യാരക്ടറായിരുന്നു മനോജ് ഗേജൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സിനിമയുടെ വിഷ്വൽസ് ആണെങ്കിലും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പോലീസ് സിനിമകളിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിയാലിറ്റി തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾക്ക് ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് നമ്മൾ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ പോകുന്ന ആ ഒരു പ്രതീതിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. സിനിമ എവിടെ നിന്നാണോ തുടങ്ങുന്നതെന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് ഇപ്പോൾ IMDb വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സസ്പെൻഡഡ് കോപ്പ് വിവേക് ഗോപിനാഥ്, അതാണ് വിവേക് ഗോപിനാഥ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് നമ്മുടെ ആസിഫ് അലി പ്ലേ ചെയ്യുന്നത്. അദ്ദേഹം ആ ഒരു സസ്പെൻഷന് ശേഷം അദ്ദേഹത്തിൻ്റെ സർവീസിലേക്ക് റീജോയിൻ ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഷീട്ട് കളിച്ചതിൻ്റെ പേരിലാണ്. സോ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കളിയാക്കുന്ന ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിപ്പെടുന്നതിന് ശേഷം അദ്ദേഹം റീജോയിൻ ചെയ്യുന്നതാണ്. അപ്പം കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കേസ് വരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് കേസിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സിനിമയിൽ ഉടനീളം കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. 40 വർഷം പഴക്കമുള്ള ഒരു മർഡർ കേസ് ആണ്, അതായത് മുഖം പോലും തിരിച്ചറിയാത്ത ഒരു മർഡർ കേസാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്. അതിന് സിനിമയായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ AI ജനറേറ്റർ മമ്മൂക്കേനെ യൂസ് ചെയ്ത ഒരു പടം എന്നുള്ള ലേബലിലും ഈ ഒരു പടം നമുക്കറിയാം. അതായത് AI എത്രത്തോളം വളർന്നിരിക്കുന്നു, അത് അത്ര മോശമൊന്നും അല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ മമ്മൂക്കേനെയും കാര്യങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ അനശ്വര രാജൻ്റെ പെർഫോമൻസ് ഒബ്വിയസ്ലി നമ്മൾ ഈ ഇതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കണ്ട പോലെ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗിലും കാര്യങ്ങളും പോകുന്നില്ല. ഈ സിനിമയ്ക്ക് നമ്മുടെ കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ആ സിനിമ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു കന്യാസ്ത്രീയുടെ വേഷം കെട്ടിയിട്ടാണ് ഇതിനകത്ത് ആ ഒരു പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനും ഒരു റിലേറ്റബിൾ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോകുന്ന ഒരു ആസ്വാദകനാണെങ്കിൽ നമ്മൾ ഈ വലിച്ചു വാരി സ്പോയിലർ പറഞ്ഞു തന്നിട്ട് നിങ്ങളത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഗുമ്മ കിട്ടില്ലല്ലോ. വേണമെങ്കിൽ നമുക്കൊരു 10 ദിവസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ സിനിമ ആണെങ്കിൽ അത് ഇങ്ങനെ ഒരു ഒഴുക്കിന് നമുക്ക് പറഞ്ഞു പോകാം. എന്തായാലും വളരെ, അതായത് അത്ര ഒരു എലാബറേറ്റ് ചെയ്ത ഒരു വലിയ എക്സ്പീരിയൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പോകുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലൊന്നുമല്ല. പക്ഷെ എന്നാലും കൊള്ളാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഗൈസ്.